നടത്തുവാൻ ജീവന്റെ നാഥൻ കൂടെയുണ്ട്. വാഴ്ത്തുവേ എന്റെ പ്രിയനേ, ആയുസ്സുള്ള കാലമെല്ലാം. വാഴ്ത്തുവേ എന്റെ പ്രിയനേ, ആയുസ്സുള്ള കാലമെല്ലാം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ബിംബങ്ങൾ നിറഞ്ഞിരുന്ന അഥേന പട്ടണത്തിൽ ഒരു പതിവുണ്ടായിരുന്നു. ഉത്സവ സമയത്ത് എല്ലാവരും അവരവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ചുരുളുകളിൽ എഴുതി ദേവൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു പെട്ടകത്തിൽ നിക്ഷേപിക്കും. ഈ വിധത്തിൽ ചെയ്യുന്നതിൽ കൂടി തങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ പേടകത്തിൽ ചുരുൾ നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്നും വേറൊരു ചുരുൾ തിരിച്ചെടുക്കണം. മാത്രമല്ല ആ ചുരുളിൽ എഴുതിയിരിക്കുന്ന ഭാരങ്ങൾ ഏറ്റെടുക്കുവാനും തയ്യാറാകണം. എന്നാൽ സംഭവിക്കുന്നത്, പേടകത്തിൽ നിന്നും എടുത്ത ചുരുൾ വായിക്കുമ്പോൾ ആ ചുരുൾ തിരികെ പേടകത്തിൽ ഇട്ടതിന് ശേഷം എൻ്റെ ചുരുൾ മതി എന്ന് ചിന്തിച്ച് അതെടുത്ത് തിരിച്ചു പോവുകയാണ് എല്ലാവരും ചെയ്തിരുന്നത്. എന്നെക്കാൾ വേദന അനുഭവിക്കുന്നവരാണ് മറ്റു പലരും. അവർ അനുഭവിക്കുന്ന വേദനയേക്കാൾ എത്രയോ കുറച്ച് വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വേദനകളും ഭാരങ്ങളും അനുഭവിക്കാത്തവർ ആരും തന്നെയില്ല. എന്നാൽ ആര് നമുക്ക് ആശ്വാസം നൽകും? കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയ എല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊള്ളാം. മത്തായി 11:28. മരിച്ചുപോയ മകൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ടുവരുന്ന ഒരമ്മയുടെ വേദന മാറ്റി ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ലൂക്കോസ് 7:11-17 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ സ്ത്രീ ഒരു വിധവയാണ്. അവൾക്കൊറ്റ മകൻ മാത്രമേ ഉള്ളൂ. അവളുടെ വേദന എത്ര വലുതാണ്! യേശു സ്ത്രീയോട് പറഞ്ഞു, കരയേണ്ട. 7:13. യേശുവിൻ്റെ 3 പ്രത്യേകതകളാണ് ഈ സംഭവത്തിൽ കൂടി നാം കാണുന്നത്. ഒന്ന്, ജീസസ് സീസ് അവർ സോറോസ്. യേശു നമ്മുടെ ദുഃഖങ്ങളെ കാണുന്നു. നയീൻ പട്ടണത്തിലേക്ക് വളരെ പുരുഷാരത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആണ് ശവമഞ്ചത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ടുവരുന്ന സ്ത്രീയെ യേശു കണ്ടത്. തന്നോടൊപ്പം മാത്രമല്ല, ശവമഞ്ചത്തോടൊപ്പവും ഒരു വലിയ പുരുഷാരം ഉണ്ട്. ഈ 2 കൂട്ടത്തിനുമിടയിൽ യേശു ഒരാളിനെ മാത്രമാണ് കണ്ടത്, ശവമഞ്ചത്തിന് പിന്നാലെ കരഞ്ഞു വരുന്ന സ്ത്രീയെ. ആ അമ്മയുടെ വേദന യേശു അറിഞ്ഞു. നമ്മോടൊപ്പവും നമ്മുടെ ചുറ്റിലും ഉള്ളവർ നമ്മുടെ വേദന കാണുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ വേദനകളും താഴ്ചകളും കാണുന്ന ഒരു കർത്താവുണ്ട്. 2 വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സങ്കീർത്തനം 34:15. ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? സങ്കീർത്തനം 94:99. തുണയായി നിന്ന് കുഴിയിൽ നിന്നും കരകയറ്റുന്ന നിത്യസ്നേഹത്താൽ സ്നേഹിച്ച് സർവാശ്വാസവും കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്നവന് നമ്മുടെ കർത്താവ്. അവൻ നമ്മുടെ ദുഃഖങ്ങളെ കാണുന്നു. 2, ജീസസ് ഈസ് കമ്പാഷനേറ്റ് അവർ സോറോസ് അറ്റ് അവർ സോറോസ്. യേശു സങ്കടങ്ങളിൽ മനസ്സലിവുള്ളവനാണ്. ദുഃഖങ്ങളെ കാണുക മാത്രമല്ല, ദുഃഖങ്ങളിൽ കർത്താവ് മനസ്സലിവ് ഉള്ളവനും ആണ്. കരയുന്ന സ്ത്രീയെ കണ്ടിട്ട് യേശുവിൻ്റെ മനസ്സലിഞ്ഞു. 7:13. അവൾ യേശുവിനോടൊന്നും ചോദിച്ചില്ല. അവൾ യേശുവിൽ വിശ്വസിച്ചില്ല. മുൻപ് ഒരിക്കലെങ്കിലും യേശുവിനെ അവൾ കണ്ടിട്ടുണ്ടോ എന്നും സംശയമാണ്. യേശു അവളോട് വിശ്വസിക്കുന്നുവോ എന്നും ചോദിച്ചില്ല. അവളുടെ സങ്കടം കണ്ട ഉടൻ യേശുവിൻ്റെ മനസ്സലിഞ്ഞു. നമുക്ക് ആരോടാ മനസ്സലിവുണ്ടാകുന്നത്? ഒന്നുകിൽ നമ്മളുടെ സ്വന്തക്കാരോട്, സ്നേഹിതരോട്, നമുക്ക് പിന്തുണ നൽകുന്നവരോട്, അതുമല്ലെങ്കിൽ ദയക്കായി നമ്മോട് അപേക്ഷിക്കുന്നവരോട്. ഒന്ന് ചിന്തിച്ചേ, ശരിയല്ലേ? എന്നാൽ യേശുവോ ആവശ്യങ്ങൾ അറിഞ്ഞ് വേദനകളെ മനസ്സിലാക്കി മനസ്സലിവ് കാണിക്കുന്നവനാ നമ്മുടെ കർത്താവ്. 3, ജീസസ് കമ്പാഷൻ ഈസ് പവർഫുൾ.
യേശുവിൻ്റെ കരുണ ശക്തമാണ്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം ശക്തമാണ് കർത്താവിൻ്റെ ദയ. യേശു അവളോട് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, കരയേണ്ട. പിന്നെ യേശു അടുത്ത് ചെന്ന മഞ്ചത്തിൽ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. യേശു പറഞ്ഞു, ബാല്യക്കാരാ, എഴുന്നേൽക്ക. കർത്താവിൻ്റെ ശക്തമായ വാക്കുകൾക്ക് മുൻപിൽ മരിച്ച് മഞ്ചത്തിൽ കിടന്നവൻ ജീവൻ വച്ച് എഴുന്നേറ്റ് ഇരുന്നു. അവൻ സംസാരിക്കുവാൻ തുടങ്ങി. 7:13 മുതൽ 15 വരെ. ഇന്ന് നമ്മുടെ ചുറ്റിലും കരയുന്ന അനേകരുണ്ട്. അവരുടെ കണ്ണുനീർ ഒപ്പുവാൻ എപ്പോഴെങ്കിലും നമ്മളുടെ കരം നീട്ടിയിട്ടുണ്ടോ? ആരും എന്നോട് ഒന്നും ചോദിക്കുന്നില്ല, ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നതല്ലേ നമ്മളുടെ മനോഭാവം. എന്നാൽ യേശുവിനോട് ഒന്നും ചോദിക്കണ്ട. അതിനു മുൻപ് തന്നെ ആവശ്യങ്ങൾ അറിഞ്ഞ് നൽകുന്നവനായ യേശു മഞ്ചത്തെ തൊട്ടു. അവൻ എഴുന്നേറ്റ് ഇരുന്നു. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് യേശുവിൻ്റെ മനസ്സലിവിൻ്റെ ശക്തി. ഇവിടെ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. പാപശക്തിയിൽ മരിച്ച അനേകർ ഇന്ന് ശവമഞ്ചത്തിൽ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ശവമഞ്ചത്തിൽ പാപ അവസ്ഥയിൽ മരിച്ചു കിടക്കുന്നത് ഞാനും നീയുമായിരിക്കാം. യേശുവിൻ്റെ സ്പർശനമേൽക്കാതെ പാപമരണത്തിൽ വിടുതൽ ലഭിക്കില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, പാപമരണത്തിൽ കഴിയുന്ന എന്നെ തൊട്ട് ജീവൻ്റെ ശക്തി എനിക്ക് തിരിച്ചു തരണമേ. ആമേൻ. ജീവിത ഭാരങ്ങളേറും